അരുവിക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ തുടർച്ചയായ രണ്ടാം വിജയത്തിന് വേണ്ടിയാണ് ഇത്തവണ മത്സരിക്കാനിറങ്ങുന്നത്. 30 വർഷത്തോളം UDFിൻ്റെ കുത്തക സീറ്റായിരുന്നു അരുവിക്കര. അങ്ങ് കഴിഞ്ഞ തവണയാണത് പിടിച്ചെടുത്ത് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത്തവണ എങ്ങനെയാണ് അവിടുത്തെ നേതൃത്വം, എന്താണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻപിച്ച വിജയം നേടും. ആ നേടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തുപോലെ തന്നെ അരുവിക്കര മണ്ഡലവും നമ്മൾ ഷുവറായി ജയിക്കും. എന്താണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? സംസ്ഥാനത്ത് സർക്കാരിൻ്റെ പൊതുവിലുള്ള വികസന നേട്ടങ്ങളാണോ അല്ലെങ്കിൽ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടം, അതായത് വികസനവും ക്ഷേമവുമാണ് സർക്കാർ പ്രധാനമായി മുന്നോട്ട് വെച്ച കാര്യം. അതിദാരിദ്ര്യം ഇല്ലാതാക്കി, അതേപോലെ തന്നെ വർഗീയ കലാപങ്ങളില്ല, ധാരാളം രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ഇപ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വലിയ പുരോഗതി നേടി. ഇതെല്ലാം ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്, ജനങ്ങൾക്ക് ഗുണപ്രദമാണ്. രണ്ടാമത്തെ കാര്യം അരുവിക്കര മണ്ഡലമാണ്. അരുവിക്കര മണ്ഡലത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 2021 ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥ, വികസനമില്ലായ്മ, ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഈ മണ്ഡലം ജയിക്കാൻ കഴിഞ്ഞപ്പോൾ ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സെക്കൻഡ്, നമ്മുടെ മണ്ഡലത്തിൽ 6 പാലങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വരുമാനദായകരാകേണ്ട ഒരു പ്രോജക്റ്റ്, അതിൻ്റെ പരിശീലനം വരെയുള്ള ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പശ്ചാത്തല മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ മാറ്റം പ്രകടമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ വിനോയ് വിശ്വം നേതൃത്വം നൽകിയ ഒരു ജാഥ നടത്തി. വലിയ സ്വീകരണമാണ്. തിരുവനന്തപുരം ജില്ലയിലെ മികച്ച സ്വീകരണങ്ങളൊന്നായിരുന്നു ആരനാട് നടത്തിയ സ്വീകരണം. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ ഒരു ജാഥ, ഞങ്ങൾ വികസന ജാഥ നടത്തി. സാധാരണഗതിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ ആ ജാഥയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. വികസനം നടക്കാതെ വികസന ജാഥ നടത്തിയെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരടക്കം ആരും വന്ന് ഇത് കേൾക്കാൻ നിൽക്കില്ല. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ വിശദീകരിച്ചുള്ളൂ, ഒന്നും അല്ലാതെ വിശദീകരിച്ചില്ല. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ അത്ര ആശാവഹമായ ഒരു ഫലം ഉണ്ടായിരുന്നു ഇവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എണ്ണം തയ്ക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. 4 പഞ്ചായത്തുകളാണ് ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ തകർന്നിട്ടില്ല. കാരണം ഓരോട്ടിന് തോറ്റ വാർഡുകൾ, 9 വോട്ടിന് തോറ്റ വാർഡുകൾ, 18 വോട്ടിന് തോറ്റ വാർഡുകൾ, ഏകദേശം ഒരു 35 വോട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു പഞ്ചായത്ത് കിട്ടിയേനെ. 65 വോട്ടുണ്ടായിരുന്നെങ്കിൽ 2 പഞ്ചായത്ത് കൂടെ കിട്ടിയേനെ. അപ്പോൾ അടിത്തറ തകരുന്ന നിലയിലേക്കുള്ള ഒരു റിസൾട്ടല്ല വന്നത്. എന്നാൽ സാങ്കേതികമായി ഓരോട്ടിനായിരുന്നാൽ തോൽവി തന്നെയാണ്. അങ്ങനെയുള്ളൊരു പരാജയമാണ് ഉണ്ടായത്. ടോട്ടൽ വോട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ തിരിച്ചടി നേരിട്ടതായി ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല അസംബ്ലി തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. ഓരോ തെരഞ്ഞെടുപ്പിനും ആ തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, സാഹചര്യമുണ്ട്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും നമുക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പുതിയ എതിരാളികളാണ്, മുൻ മന്ത്രിയാണ്, മുൻ MP ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. ഒരു സിനിമാ സീരിയൽ താരത്തെ BJP രംഗത്തുണ്ട്. എങ്ങനെ എതിരാളികളെ എങ്ങനെ കാണും? ഞാൻ ഈ വ്യക്തിപരമായിട്ടുള്ളൊരു മത്സരമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വ്യക്തികൾ സാങ്കേതികമായി മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നേ ഉള്ളൂ. മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആ മുന്നണികൾക്ക് ഓരോ മുന്നണിക്ക് നയമുണ്ട്. LDFിൻ്റെ, UDFിൻ്റെ, NDAയുടെ നയം വ്യത്യസ്തമാണ്. അപ്പോൾ ആ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ടഭ്യർത്ഥിക്കുന്നത്. LDF ഗവൺമെൻറ്റിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് അരുവിക്കര മണ്ഡലത്തിൽ ഇത്രയും വികസനം നടത്താൻ വേണ്ടി കഴിഞ്ഞത്. LDFിൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ്. UDFിൻ്റെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ UDFിൻ്റെ ജനപ്രതിനിധി ഉണ്ടായിരുന്നല്ലോ ഈ മണ്ഡലത്തിൽ. ഇത്രയും വികസനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങളെ കാണുന്നില്ല. UDFിൽ ഒരാൾ മത്സരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം, NDAയിൽ ഒരാൾ മത്സരിക്കുമെന്ന് അറിയാം. അപ്പോൾ അതാര് എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും, പിന്നെ ഒരു MLA എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ ഞാൻ സജീവമായിരുന്നു 5 വർഷം. മറ്റൊരു ആക്ടിവിറ്റീസിന് ഞാൻ സമയം കണ്ടെത്തിയില്ല. പൂർണ്ണമായും മണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. അവരുടെ സുഖദുഃഖങ്ങളിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മണ്ഡലത്തിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയായി
പരമാവധി ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അത് ജനങ്ങൾ മുഖവിലയ്ക്കെടുക്കും. അതുതന്നെയാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. വികസനം, ക്ഷേമം, അതുപോലെ തന്നെ മണ്ഡലത്തിറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എതിരാളികൾ ആരെന്നുള്ളതല്ല, മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അവിടെ ഇത്തവണയും വിജയിച്ചു വരാമെന്ന് തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനത്ത് ജി സ്റ്റീഫൻ്റെ ഉറച്ച വിശ്വാസം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.